എൻ്റെ മകനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ക്യൂബയിലെ ഹവാന കത്തീഡ്രലിൽ വെച്ച് പൗരോഹിത്യത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിച്ച ഫാദർ യോസ്വാനി കാർവാജലിൻ്റെ അമ്മ ഗ്രീസൽ സുഖേദയുടെ വാക്കുകളാണിത്. ക്യൂബയിലെ പ്രാദേശിക സമൂഹത്തിനേറെ പ്രിയപ്പെട്ട ഒരു വൈദികനാണ് ഫാദർ യോസ്വാനി. കുർബാനയ്ക്ക് ശേഷം ശുശ്രൂഷകളിൽ പങ്കെടുത്ത മാതാപിതാക്കൾക്ക് വൈദികൻ നന്ദി പറഞ്ഞ അവസരത്തിൽ വികാരാധീനനായി. പൗരോഹിത്യ ജീവിതത്തിലുടനീളം തന്നെ പിന്തുണച്ച മാതാപിതാക്കളോട് വൈദികൻ പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറഞ്ഞ അവസരത്തിൽ വിശ്വാസികൾ ആവേശത്തോടെ കരഘോഷം മുഴക്കി. എൻ്റെ മകനെ അവിടുത്തെ ശുശ്രൂഷ ചെയ്യാനായി തിരഞ്ഞെടുത്തതിനും കഴിഞ്ഞ 25 വർഷം പരിപാലിച്ചതിനും ഉപയോഗിച്ചതിനും ദൈവത്തിന് നന്ദി, വൈദികൻ്റെ മാതാവ് ഗ്രിസൽ പറഞ്ഞു. എന്നാൽ കഴിയുന്ന വിധം ഞാൻ എൻ്റെ മകനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വൈദിക ജീവിതം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചു. മകൻ ഒരു പുരോഹിതനായതിനാൽ എനിക്ക് അഭിമാനമുണ്ട്, ഗ്രീസൽ പറയുന്നു. വൈദികനായി ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതേപോലെ ആഘോഷിക്കാൻ കഴിയട്ടെ എന്നും അതിൻ്റെ ഭാഗമാകാൻ ദൈവം ആയുസ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഗ്രീസൽ തൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചത്. ഫാദർ യോസ്വാനി വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന കത്തീഡ്രലിൽ അർപ്പിക്കപ്പെട്ട ദിവ്യബലിയിൽ പ്രാദേശിക ആർച്ച് ബിഷപ്പ് കർദിനാൾ ജുവാൻ ഡീല കാരിഡാസ് ഗാസിയ, ക്യൂബയിലെ അപ്പസ്തോലിക് ന്യൂൻഷ്യോ ആന്റോയിൻ കാമിലേരി എന്നിവരും കാർമ്മികരായി. നിരവധി ക്യൂബൻ പുരോഹിതന്മാരും ചടങ്ങിൽ ഭാഗഭാക്കായി. ഈ 25 വർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൗരോഹിത്യത്തിലേക്കുള്ള വിളി, ക്യൂബയിൽ ഇത്രയും വർഷങ്ങളായി ഞാൻ ചെയ്ത ശുശ്രൂഷ എന്നിവ ഒരു പദവിയല്ല, മറിച്ച് ഒരു ദൗത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നായിരുന്നു ഫാദർ യോസ്വാനി പറഞ്ഞത്. 24-ാം വയസ്സിലാണ് അദ്ദേഹത്തെ കർദിനാൾ ജെയിം ഒർട്ടേഗ ഒരു പുരോഹിതനായി അഭിഷിക്തനാക്കിയത്.